ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കും, അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കി എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോയും. അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അതുപോലെ നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നത് ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപാടെ തന്നെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെന്താ ആദ്യത്തെ കവർ പൊട്ടിച്ചപ്പോൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഇത്തന്നതാണ്. നല്ല അടിപൊളി ഫ്രോക്കായിരുന്നു. പിന്നെ ഇതാ അടുത്ത കവറിൽ ഇക്കാടെ കസിൻ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അതുപോലെ ഇതിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പുമാണ് കേട്ടോ. പിന്നെ എൻ്റെ ക്യാമറ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ്, അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടാത്ത. ഇതൊക്കെ കുറച്ചുകൂടി ഡാർക്ക് കളറിലാണ് കേട്ടോ നേരിട്ടിരിക്കുന്നത്. ഇത് നല്ല പഞ്ഞ് പോലത്തെ ടോപ്പാണ് കേട്ടോ, പക്ഷേ ഇതിൽ അത്ര വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല. അതുപോലെ സ്കേർട്ട് നല്ല സൂപ്പറായിരുന്നു. അടുത്തതും ഒരു ഫ്രോക്കായിരുന്നു കേട്ടോ. ഫ്രോക്കും അതുപോലെ പാൻറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള കളറൊക്കെയാണ്. അപ്പോൾ ഇതേ മോഡൽ ഒരു ഗോൾഡൻ ഫ്രോക്കും ഐസിന് മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ജീൻസ് മോഡലാണ് കേട്ടോ. ഈ പ്രിൻ്റഡി വന്നിരിക്കുന്നത് ജീൻസ് മെറ്റീരിയലാണ്. പിന്നെ ഇന്നറായിട്ടൊരു ടീഷർട്ടും ഉണ്ട്. നല്ല ക്യൂട്ടും നല്ല മോഡലും ആയിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഐസിന് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. നല്ല കളർ കോമ്പിനേഷനും ആയിരുന്നു. അപ്പോൾ ഇത് വാപ്പിയുടെ കൂട്ടുകാരൻ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വാവ ഓരോ ഗിഫ്റ്റും വലിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആൾ കുറച്ച് കുസൃതിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അവർ തന്നെ കൊണ്ടുവന്ന രണ്ടാമത്തെ ഉടുപ്പാണ് ഈ ഒരു പാൻറ്റും ഈ ഒരു ടോപ്പും. ടോപ്പല്ല, ടീഷർട്ടാണ്. അത് നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ അടുത്തതായിട്ട് എൻ്റെ കസിൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് സ്നാങ്കിയുടെ ഒരു ഹ്യൂജ് ബാഗാണ്. അപ്പോൾ 2 ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് സ്നാങ്കി. അപ്പോൾ അതും 2 ബാഗ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവരിതാ 3 ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് ഈ ഒരു ഫ്രോക്കാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കളറായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തേത് ഈ ഒരു കോട്ടൻ്റെ ഫ്രോക്കാണ്. അതുപോലെ തന്നെ മൂന്നാമത്തേത് ഈ ഒരു ലൈറ്റായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഫ്രോക്കാണ്. മൂന്നും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ഇത് ഇക്കാൻ്റെ കസിൻ കൊണ്ടുവന്നതാണ് കേട്ടോ. കസിൻ സിസ്റ്റർ കൊണ്ടുവന്നതാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഇത് കോട്ടും അതുപോലെ ഇന്നറും പാൻറ്റും വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് വേറെ കിട്ടിയിട്ടില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള പിങ്ക് കളറിൽ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ആളുടെ സൈസല്ല, കുറച്ചും കൂടി ആകണം ഇതിടാൻ. ഇത് കുറച്ച് വലിയ ഉടുപ്പാണ് കേട്ടോ. അതുപോലെ കിട്ടിയ എല്ലാ ഗിഫ്റ്റും നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. കൂടുതലും ഡ്രസ്സും അതുപോലെ തന്നെ ടോയ്സും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ഗോൾഡും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അടുത്തതായിട്ട് കിട്ടിയത് ഈ ഒരു ഫ്രോക്കാണ്. ഇതും വാപ്പിയുടെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അതും നല്ല മെറ്റീരിയലുമാണ്, നല്ല കളറും ആയിരുന്നു. പിന്നെ ഈ ഒരു ഫ്രോക്കും വാപ്പിയുടെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനൊക്കെ ഒരുപാട് ലേറ്റായിട്ട് വന്നവരാണ് കേട്ടോ. ഇവർ ഇതിൻ്റെ കൂടെ വേറെ ടോയ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കവറിലുള്ളത് ഇക്കയുടെ മാമ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിന് നല്ലൊരു പാർട്ടി വെയർ ഫ്രോക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ജീൻസിൻ്റെ സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പാണ് കേട്ടോ ഉള്ളത്. ഈ ഫ്രോക്കാണ് നല്ല ലുക്കാണ്. ഈ വീഡിയോയിൽ കാണുന്നതിലും ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ജീൻസിൻ്റെ സ്കേർട്ടും അതുപോലെ തന്നെ പിങ്ക് കളറിൽ ടീഷർട്ടും ആയിരുന്നു കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. Allah.
പിന്നെ ഇതും ഈ വാപ്പിയുടെ ഫ്രണ്ട് തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഐസുവിന് ഒത്താണോ ഒരുപാട് ജീൻസിൻ്റെ ടൈപ്പ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതും ഇന്നറായിട്ട് യെല്ലോ കളർ ടീഷർട്ട് വരുന്നതാണ്. നല്ല ലുക്കായിരുന്നു. അപ്പോൾ അവർ തന്നെ 2 ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നേരിട്ടാണ് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇത് ഇക്കയുടെ ബന്ധു കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇവരും ഫംഗ്ഷന് ലേറ്റ് ആയിട്ടാണ് വന്നത്. അങ്ങനെ ഇതാ ഒരു 2 ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുള്ള ഒരു ഫ്രോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാർട്ടി വെയർ ഫ്രോക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫ്രോക്കിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കളറായിരുന്നു. പിന്നെ ഐസാണ് ഗിഫ്റ്റായിട്ട് ഡയറി മിൽക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ക്യൂട്ടായിട്ടുള്ള ടെഡ്ഡി ബിയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വലുതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെഡ്ഡി ബിയർ. അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 2 ടോയ്സും ഇക്കയുടെ കസിൻ സിസ്റ്റർ കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ്. ഇത് നമ്മൾ ടോക്കിംഗ് കാക്ടസിൻ്റെ ഒക്കെ വേറൊരു രീതിയിലുള്ളതാണ്. ഇത് മൂവ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. പക്ഷെ ബാറ്ററിയൊക്കെ ഇടണം. അപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ നമ്മളുടെ വാവയ്ക്ക് കുറച്ച് ഗോൾഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു റിങ്ങാണ് കേട്ടോ കിട്ടിയത്. ഇത് ഇക്കയുടെ കസിൻ കൊണ്ടുവന്ന റിങ്ങാണ്. നല്ലൊരു ക്യൂട്ട് റിങ്ങാണ്. പിന്നെ ഇതും ഇക്കയുടെ കസിൻ്റെ ആണ് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടൊരു റിങ്ങാണ്. ഇതിൻ്റെ തന്നെ സെയിം ആയിട്ട് വേറൊരു റിങ്ങും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇക്കയുടെ കസിനും കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്യുന്ന ടൈമിലാട്ടോ ഓർത്തെ. ഇത് വാപ്പിയുടെ ഫ്രണ്ട് കൊണ്ടുവന്ന കമ്മലാണ് കേട്ടോ. പിന്നെ അതാ അടുത്തതായിട്ട് എൻ്റെ ഉമ്മയും വാപ്പിയും കൂടെ കൊണ്ടുവന്ന കമ്മലാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ കമ്മലാണ്. എനിക്കൊക്കെ ഇടാൻ പറ്റുന്ന പാകത്തിനാണ് കേട്ടോ. പിന്നെ ഇത് മോതിരവും വാപ്പിയും ഉമ്മയും കൂടെ കൊണ്ടുവന്നതാണ്. ഇതും എൻ്റെ ഒരു സൈസിനനുസരിച്ചായിട്ട് വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു വള എൻ്റെ ബ്രദർ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ നല്ല വർക്കായിട്ടുള്ളൊരു വളയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ. പിന്നെ അടുത്തതായിട്ട് പിന്നെ ഇക്ക തന്നെ ഒരു പാസുരം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ. നല്ല മുത്ത് വരുന്ന ടൈപ്പ് നല്ലൊരു പാസരമാണ്. അത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ആൾ വളയും അതുപോലെ പാസരാണ് കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ അന്ന് ഗൾഫിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ടൈമിൽ ആളൊരു സൈക്കിളും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ ലാസ്റ്റായിട്ട് ഇക്കയുടെ ഉമ്മിയുടെ വക ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെയിൻ ആളെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊരാൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇതാ ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചെയിൻ. നല്ല ക്യൂട്ടായിട്ടുള്ള ചെയിനായിരുന്നു. ആളെ കയ്യിലിട്ടിട്ട് നല്ലപോലെ ഇണങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വള നമ്മൾ മേടിച്ചതാണ് ഐസിന് വേണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. ഒരു സിമ്പിളായിട്ട് ഡെയിലി യൂസിന് പറ്റിയൊരു വളയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഐസുവിന് വേറെയും കുറച്ച് ടോയ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും ടോയ്സാണ് കേട്ടോ കിട്ടിയത്. ടോയ്സും ഡ്രസ്സും അതുപോലെ ഗോൾഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ ക്യൂട്ടായിട്ടുള്ള കളറും ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.